ഹായ് ഓൾ വെൽക്കം ടു കെമ്മഗിന ഫീൽ ദ കെമിസ്ട്രി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രീൻ്റെ ഇൻട്രോ പാർട്ടാണ്. അതിൻ്റെ കൺഫോർമേഷൻ ഐസോമേഴ്സ്, അതേപോലെ കോൺഫിഗറേഷൻ ഐസോമർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ഒരു റെപ്രസെൻറ്റേഷന് വേറൊരു റെപ്രസെൻറ്റേഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ലൂയി പാസ്റ്ററിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് സ്റ്റീരിയോ കെമിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഞാൻ ഇവിടെ 2 മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇത് താലിഡോമൈഡ് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വലിയൊരു ഡിസാസ്റ്റർ ഒന്നും അല്ല, എന്നാലും പറയാം. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ R ഫോം, അതായത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഫോം എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് രാവിലെ ഉണ്ടാകുന്ന കുറേ സിംറ്റംസ് ഉണ്ടാവും, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതിൽ കൊടുക്കുന്നൊരു ടാബ്ലറ്റാണ് ഈ ആർ ഐസോമർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റിവേഴ്സ് ആക്ഷനാണ് കാണിക്കുന്നത്. അതായത് എംബ്രിയോസിന് ഡാമേജ് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്, അതുപോലെയുള്ള അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നൊരു പാർട്ടാണ് ഐസോമർ എന്ന് പറയുന്നത്. അതായത് ഒരേ സാധനം തന്നെ അതിൻ്റെ ആർ ഫോം ബെറ്ററായിട്ടും ഫോം അതിന് വേഴ്സ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ഒരു ഇമ്പോർട്ടൻസ് വന്നത്. അതേപോലെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പനോളോൾ അല്ലെങ്കിൽ പ്രൊപ്പനോളോൾ എന്നുള്ള കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഫോം കോൺട്രാസെപ്റ്റീവാണ്, അതേപോലെ ഫോം എന്ന് പറയുന്നത് ആൻറ്റി ഹൈപ്പർ ടെൻസീവാണ്. അതായത് ഒരേ കോമ്പൗണ്ട്സ് തന്നെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്പേഷ്യസ് അറേഞ്ച്മെൻറ്റ്സിലുള്ള ഡിഫറൻസ് കൊണ്ട് അത് 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ 2 ഫോമിൽ 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ചൂസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റീരിയോ കെമിസ്ട്രി കുറച്ചും കൂടി ബെറ്റർ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കെമിസ്ട്രി പാർട്ട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോമിലെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്സിലുള്ള ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന ഐസോമേഴ്സാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് സ്റ്റീരിയോ കെമിസ്ട്രി. അപ്പോൾ സ്റ്റീരിയോ ഐസോമേഴ്സ് നമ്മൾ 2 ടൈപ്പിൽ മെയിനായിട്ട് പറയും. ഒന്ന് കൺഫോർമേഷണൽ ഐസോമർ, അടുത്തത് കോൺഫിഗറേഷണൽ ഐസോമർ. അപ്പോൾ കൺഫോർമേഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സാണ്, അല്ലെങ്കിൽ അതിനെ റോട്ടാമേഴ്സ് എന്നും കൂടി പറയും. അപ്പോൾ റോട്ടാമർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റൊട്ടേഷൻ അബൌട്ട് എ സിംഗിൾ ബോണ്ടാണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ബോണ്ട് ഒരു കാർബൺ സിംഗിൾ ബോണ്ടിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ വഴി നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐസോമേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതാണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ്. അതിലത്തെ വേറൊരു എക്സാമ്പിളാണ് അമീൻ ഇൻവേർഷൻ അല്ലെങ്കിൽ അംബ്രല്ല എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നൈട്രജനിലെ ലോൺ പെയർസ് ഫ്ലിപ്പ് ചെയ്യുന്ന പ്രോസസ്സാണത്. അതേപോലെ ഈ കൺഫോർമേഷണൽ ഐസോമേഴ്സിന് ലോ എനർജിയാണ്, അതേപോലെ റൂം ടെമ്പറേച്ചറിലെ കൊളീഷൻ വഴി തന്നെ അതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈക്ലോഹെക്സിൻ്റെ റിംഗ് ഫ്ലിപ്പിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഈ കൺഫോർമേഷണൽ ഐസോമേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. കൺഫോർമേഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ സിംഗിൾ ബോണ്ടിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ വഴി ജനറേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് അതിനെയാണ്, അത് വിത്ത് സെയിം മോളിക്കുലർ ഫോമിലെയാണ് എന്ത് പറയുക കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർ കൺവേർട്ടബിൾ അല്ല, അതുപോലെ ഹൈ എനർജി വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈ എനർജി ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിസ് ട്രാൻസ് അതേപോലെ RNS എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളിത് പറയും. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജോമെട്രിക്കൽ ഐസോമറിസും ഒപ്റ്റിക്കൽ ഐസോമറിസും ഒക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ കോൺഫിഗറേഷൻ ഐസോമേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫോർമേഷണൽ ഐസോമറിസം ഒരു സിംഗിൾ ബോണ്ടിൽ ഉണ്ടാവുന്ന ഒരു കാർബൺ സിംഗിൾ ബോണ്ടിലെ റൊട്ടേഷൻ വഴി ഉണ്ടാവുന്ന ഐസോമേഴ്സാണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ്. കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിലേക്കൂടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ അതായത് ഹൈ എനർജി ആവശ്യമായിട്ടുള്ള ഐസോമേഴ്സാണ്, എക്സാക്ട്ലി സ്റ്റീരിയോ ഐസോമേഴ്സാണ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് പറയാൻ പോകുന്നത്, അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറൽ കാർബൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം, 4 ആണ്. ടെട്രാവാലൻ്റ് ആണ് കാർബൺ. അതുപോലെ തന്നെ അതിൻ്റെ മീഥേൻ ആണെങ്കിൽ, അതായത് 4 അറ്റാച്ച്ഡ് ആറ്റംസും ഹൈഡ്രജൻസ് ആണെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ. പക്ഷേ അറ്റാച്ച് ചെയ്യുന്ന ആറ്റം ഡിഫറെൻ്റ് ആവുന്നതുകൂടെ അതിൻ്റെ ബോണ്ട് ആംഗിളിൽ ചെറിയ ചെറിയ ഷിഫ്റ്റൊക്കെ ഉണ്ടാകും. അപ്പം ഞാനിവിടെ ഒരു മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ കാർബണിലത്തെ 4 വേക്കൻസി ഡിഫറെൻ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു ക്ലോറിൻ ഉണ്ട്, ഒരു ബ്രോമിൻ ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കാർബണിൻ്റെ വാലൻസി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4ഉം ഒരേ പ്ലെയിനിൽ ഒരുപോലെ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ 2 ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇതുപോലെ വരച്ചപ്പോൾ ഇതെന്തായി, 3 ഡയമെൻഷൻ റെപ്രസെൻറ്റേഷനായി. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സോളിഡ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സ് കണ്ടോ, ഈ 2 ഗ്രൂപ്പ്സിനെ നമ്മൾ പ്ലെയിനിലാണെന്ന് പറയും. അതായത് സോളിഡ് ലൈൻസ് ആണെങ്കിൽ അത് പ്ലെയിനിലാണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ, കാർബൺ, ബ്രോമിൻ എന്താണ്, ഒരു പ്ലെയിനിലാണ് ഉള്ളത്. ഈ ലൈൻ, അതായത് വെഡ്ജ് ലൈൻസ് എന്ന് പറയുന്നത് എബോവ് ദ പ്ലെയിനെ റെപ്രസെൻ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് ബോർഡാണെങ്കിൽ ബോർഡിൻ്റെ ഫ്രണ്ടിലോട്ട് എന്നുള്ള രീതിയിൽ ടുവേർഡ്സ് ദ പ്ലെയിൻ, അതാണ് എന്ത് പറയുന്നത്, നമ്മൾ വെഡ്ജ് ലൈൻസിനാണ് പറയുന്നത്. അടുത്തത് ഡാഷ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് എവേ ഫ്രം ദ പ്ലെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് ഒരു കോമ്പൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സോളിഡായിട്ട് വരയ്ക്കുന്ന പ്ലെയിനിലായിരിക്കും, വെഡ്ജിൽ വരയ്ക്കുന്നത് എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ടുവേഴ്സ് വി പീപ്പിളാണ്. അതേപോലെ ഡാഷ്ഡ് ലൈൻ എന്ന് പറയുന്നത് എവേ ഫ്രം ദ പ്ലെയിൻ ആണ് അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർബണിന് ചുറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബണിനെ നമ്മൾ പറയുന്ന പേരാണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറൽ കാർബൺ. ഇനി ഞാനിതിൻ്റെ കൈറൽ എന്ന് പറയുന്നതിന് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ മോളിക്യൂൾ എടുത്തു, ഒരു മിറർ വെച്ചു. മിറർ പറഞ്ഞാൽ നമ്മൾ സാധാരണ മിറർ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്യും, മിറർ ഇമേജ് ഫോം ചെയ്യും. ഇനി ഞാൻ ഈ മിറർ ഇമേജിനെ എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള ഇമേജസിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അതായത് മിറർ ഇമേജിനെ എടുത്ത് ഒറിജിനലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അപ്പോൾ കൈറൽ കാർബൺ ആവണമെങ്കിൽ, അസിമെട്രിക് കാർബൺ ആവണമെങ്കിൽ 4 ഡിഫറെൻ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതാണ് കൈറൽ കാർബൺ ആവേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സിമെട്രി എലമെൻസും പാടില്ല. ഇപ്പോൾ സിമെട്രി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല, ഇൻവേർഷൻ ഉണ്ടാവാൻ പാടില്ല, സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല, അതേപോലെ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള സിമെട്രി എലമെൻസും ഉണ്ടാവാൻ പാടില്ല. അതുകൂടാതെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കാർബണിനെ നമ്മൾ കൈറൽ കാർബൺ എന്ന് പറയും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, C* വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൈറൽ കാർബൺ ആണോ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്ലെയിനിലാണെങ്കിൽ നമ്മൾ നോർമൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യും. വെഡ്ജിലാണെങ്കിൽ അത് എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ടുവേർഡ്സ് വി പീപ്പിളാണ്. അതേപോലെ ഡാഷ്ഡ് ലൈൻസ് ആണെങ്കിൽ എവേ ഫ്രം ദ പ്ലെയിൻ ആണ്, അതേപോലെ ബിലോ ദ പ്ലെയിനും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായാലും മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കാർബൺസ് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർബണും എന്താണ്, ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് കാർബൺസ് അല്ലെ കൈറൽ സെന്റേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ തന്നെ അസിമെട്രിക് സെന്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റീരിയോജനിക് സെന്റർ അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്ന് പറയും. ക്ലിയർ? ഇത് അസിമെട്രിക് കാർബൺ എന്ന് പറയും. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കാർബണിന്റെ നമ്പർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റീരിയോ സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഒരു മോളിക്യൂൾ കൈറൽ ആയിരിക്കേണ്ട കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ കാർബണിലത്തെ 4 ഗ്രൂപ്പും എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഒരു തരത്തിലുള്ള എലമെന്റ് ഓഫ് സിമെട്രിയും അതിൽ പാടില്ല. എലമെന്റ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഓഫ് സിമെട്രി,
അതേപോലെ ആക്സിസ് ഓഫ് സിമെട്രി, സെന്റർ ഓഫ് സിമെട്രി, അതേപോലെ റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. അപ്പൊ ഇത് തന്നെ മെയിൻ ആയിട്ടുള്ള 4 സിമെട്രി എലമെന്റ്സ്. അപ്പൊ അത് ഒന്നും എന്ത് പാടില്ല, ഈ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ആ മോളിക്യൂള് കൈറകളാന്ന് പറയുള്ളൂ. അതായത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വേണം. അതുപോലെ എലമെന്റ് ഓഫ് സിമെട്രി എന്തായിരിക്കണം, ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മള് കോൺഫിഗറേഷൻ ഐസോമേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. കോൺഫിഗറേഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇന്റർ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അങ്ങനെയുള്ളതാണ് കോൺഫിഗറേഷൻ ഐസോമേഴ്സ്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ ഐസോമേഴ്സ് എന്താണ്, 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ആർ ആൻഡ് എസ്, ഇ ആൻഡ് സെറ്റ്, സിസ് ട്രാൻസ്, സിൻ ആന്റി, എപ്പിമർ, ആനോമർ. ഇതൊക്കെ എന്താണ് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ 2 ഡിഫറെന്റ് ആയിട്ട് അതിനെ പറയണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത്, അതായത് ആറിന് എസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബോണ്ട് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിസിനെ ട്രാൻസ് ആക്കണമെങ്കിൽ ബോണ്ട്സ് റീഅറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതായത് ബോണ്ട് ബ്രേക്കിങ്ങും ഫോർമേഷനും നടക്കണം, എന്നാലും മാത്രമേ കോൺഫിഗറേഷൻ ഐസോമേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, കൂടുതൽ എനർജി വേണ്ടി വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ABCD എന്ന് പറഞ്ഞിട്ട് 4 സബ്സ്റ്റിറ്റ്യൂന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഈ പ്ലെയിനിലുള്ള ഗ്രൂപ്പ്, അതായത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ സോളിഡ് ലൈനിലുള്ളത് എന്തായിരിക്കും, പ്ലെയിൻ ആണ്. അപ്പൊ ഞാനിവിടെ എയും സിയും ബിയും പൊസിഷൻ മാറ്റിയിട്ടില്ല. സിയും ഡിയും എന്തായി ഇന്റർചേഞ്ച് ചെയ്തു. അതായത് ആദ്യം ഡി എവിടെയായിരുന്നു, എബോവ് ദ പ്ലെയിൻ ആണ്. ഇപ്പോൾ ഡി എന്തായിട്ട് മാറി, ബിലോ ദ പ്ലെയിൻ ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് 2 ബോണ്ട് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. 4 വാലൻസിയിൽ 2 ബോണ്ട് കോൺസ്റ്റന്റ് ആണ്. 2 ബോണ്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മോളിക്യൂൾ തന്നിട്ട് കോൺഫിഗറേഷനിലാണോ കൺഫോമേഴ്സ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് മാത്രമേ നോക്കേണ്ടതുള്ളൂ, 4 വാലൻസിയിൽ 2 വാലൻസി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, 2 വാലൻസി കോൺസ്റ്റന്റ് ആയി നിന്നിട്ട് 2 ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സ്. അപ്പൊ ഇവിടെ ഡി എബോവ് ദ പ്ലെയിൻ ഉള്ള ഡി എന്തായി, ബിലോ ദ പ്ലെയിൻ ആയി. അതേപോലെ ബിലോ ദ പ്ലെയിൻ ഉള്ള സി എന്തായി, എബോവ് ദ പ്ലെയിൻ ആയി. അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ആദ്യത്തെ കോമ്പൗണ്ട് ആർ ആണെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് എന്തായിരിക്കും, എസ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മള് കൺഫോർമേഷൻ ഐസോമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ ബോണ്ടിലുള്ള റൊട്ടേഷൻ വഴിയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്, റിംഗ് ഫ്ലിപ്പിംഗ് ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒറ്റ ബോണ്ട് മാത്രമേ സെയിം ആവേണ്ടത്. ഇവിടെ നോക്കിക്കോ എക്സാമ്പിള്. അപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ കാർബൺ എയും ആയിട്ടുള്ള ബോണ്ട് മാത്രമേ എന്തുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ബി ആയിരുന്നു പ്ലെയിനിൽ ഉണ്ടായത്. ഇപ്പൊ ബി എന്തായിട്ട് മാറി, എബോവ് ദ പ്ലെയിനിൽ പോയി. സി എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിനിൽ ഉണ്ടായതായിരുന്നു, അത് എവിടേക്ക് വന്നു, പ്ലെയിനിലോട്ട് വന്നു. ഡി എന്ന് പറയുന്നത് എബോവ് ദ പ്ലെയിനിൽ ഉണ്ടായതായിരുന്നു, ഇപ്പൊ അത് ബിലോ ദ പ്ലെയിനിലോട്ട് പോയി. അതായത് എ മാത്രം എന്ത് ചെയ്യില്ല, പൊസിഷൻ മാറിയിട്ടില്ല. ബി എന്ത് ചെയ്തു, BCD എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ബോണ്ട് മാത്രം സെയിം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ബോണ്ടിനെ വെച്ചിട്ട്, അതായത് CA ബോണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയാം. നമുക്കൊരു സ്ട്രക്ചറും കൂടി അതിനെ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ഇതുപോലെ എ സെയിം ആയിട്ട് തന്നെ വെച്ചു. ഡി എന്തായി, എബോവ് ദ പ്ലെയിനുള്ള ഡി പ്ലെയിനിലോട്ട് വന്നു. അതേപോലെ പ്ലെയിനിൽ ഉണ്ടായ ബി ബിലോ ദ പ്ലെയിനിൽ പോയി. ബിലോ ദ പ്ലെയിനിൽ ഉണ്ടാകുന്ന സി എബോവ് ദ പ്ലെയിനിലോട്ട് പോയി. അതായത് ഈ ബോണ്ട് കോൺസ്റ്റന്റ് ആക്കി എനിക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇപ്പൊ റൊട്ടേഷൻ പോകുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ ബി എവിടേക്ക് പോയി, ഇങ്ങോട്ട് വന്നു. ഇത് സി ഇവിടെയുള്ള സി എന്തായി, ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെയുള്ള ഡി ഇവിടത്തേക്ക് വന്നു. ഇനി വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ബി എന്തായി, ഇങ്ങോട്ടേക്ക് വന്നു. ഡി എന്തായി, ഇവിടെ വന്നു. സി എന്തായി, ഇവിടെ വന്നു. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ ബോണ്ടിൽ വെച്ചിട്ട് ഒരു സിംഗിൾ ബോണ്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമ്മൾ ബാക്കിയുള്ള ഗ്രൂപ്പ്സിനെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നതിന്, അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം കോൺഫിഗറേഷൻ ആണോ കൺഫോർമേഷൻ ആണോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ്, 2 ബോണ്ട് സെയിം ആണെങ്കിൽ, 2 ബോണ്ട് സെയിം ആണ്, 2 ബോണ്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കോൺഫിഗറേഷൻ ആയിരിക്കും. ഒറ്റ ബോണ്ടേ സെയിം ഉള്ളൂ എങ്കിൽ
അതെന്തായിരിക്കും? കൺഫോർമേഷണൽ ഐസോമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കൺഫോർമേഷനും കോൺഫിഗറേഷനും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. രണ്ട് ബോണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് കോൺഫിഗറേഷൻ ഐസോമേഴ്സ് ആയിരിക്കും. അതായത് 1 R ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും? S ആയിരിക്കും. കൺഫോർമേഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബോണ്ട് സെയിം ആയിരിക്കും. ആ ബോണ്ട് വെച്ച് ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് കൺഫോർമേഷൻ. അപ്പൊ കൺഫോർമേഷനിൽ വരുന്നതാണ് സ്റ്റാഗേർഡ് എക്ലിപ്സുകളിലുള്ളത്. കോൺഫിഗറേഷനിൽ വരുന്നതാണ് എന്ത്? ആറും എസും ഉള്ളത്. നമ്മൾ 3D റെപ്രസെന്റേഷനെ കുറിച്ച് പറയാണ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് വേസിലെ കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ വണ്ണാണ് വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ. അതാണ് നമ്മളിപ്പോ ചെയ്തത്. ഇതുപോലെ വെഡ്ജും ഡാഷും ലൈൻസ് വെച്ചിട്ട്, അതായത് എയും ബിയും എന്നാണ് പ്ലെയിനിലാണ്. ഡി എന്ന് പറയുന്നത് എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ടുവേർഡ്സ് വി പീപ്പിൾ. സി എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിൻ അല്ലെങ്കിൽ അവേ ഫ്രം ദ ബോർഡ്. അതിന്റെ 2 കാർബൺ ഉള്ളതാണ് ഇപ്പൊ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വെഡ്ജും ഡാഷും അതേപോലെ സോളിഡ് ലൈനും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ. ഇനി ഫിഷർ പ്രൊജക്ഷൻ. ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തു. അപ്പൊ നമ്മൾ ഈ ഒരു വഴിയിലേ കൂടിയാണ് നോക്കുന്നത്. നമ്മുടെ ഐ വ്യൂ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പോ ഈ സിയും ഡിയും എന്താ? നമ്മുടെ അടുത്തുള്ളത് പോലെ, എയും ബിയും നമുക്ക് നമ്മളിവിടുന്ന് ദൂരെ പോയ പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോ ഈ വെഡ്ജ് ലൈൻസ് നമ്മൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുക? നമ്മുടെ അടുത്തേക്ക് ഉള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെഡ്ജ്. ഡാഷ് എന്ന് പറയുന്നത് ദൂരേക്കുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ 4 അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പ്ലസ് ഫോമിലോട്ട് അതിനെ എഴുതി. അപ്പൊ അടുത്തുള്ളത് രണ്ടും എവിടെ വരും? ഹൊറിസോണ്ടൽ ലൈനിൽ വരും. ദൂരെയുള്ളത് രണ്ടും എവിടെ വരും? വെർട്ടിക്കൽ ലൈനിൽ വരും. അടുത്തുള്ളത് രണ്ടും ഹൊറിസോണ്ടൽ ലൈനിൽ വരും. ദൂരെയുള്ള രണ്ടും വെർട്ടിക്കൽ ലൈനിൽ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ എബോവ് ദ പ്ലെയിൻ ബിലോ ദ പ്ലെയിന്റെ ഇടയിലേക്കൂടെ നമ്മൾ നോക്കുക. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്നത് രണ്ടും എവിടെ എഴുതണം? ഹൊറിസോണ്ടലിൽ എഴുതണം. അതിന്റെ അപ്പുറത്തുള്ള, അതായത് ദൂരേക്കുള്ളത് എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ലൈനിൽ എഴുതണം. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞ് ഇങ്ങനെ വരും. ഇനി ഈ ഐ വെച്ച് നോക്കുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിലാണ് ഡി ഉള്ളത്, അതുകൊണ്ട് റൈറ്റിൽ ഡി എഴുതി. ലെഫ്റ്റിലാണ് സി ഉള്ളത്, അതുകൊണ്ട് ലെഫ്റ്റില് സി എഴുതി. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയാ. അതായത് ഇങ്ങനെ ഒരു സിംഗിൾ ലൈനില് പ്ലസ് പോലെ എഴുതുന്ന, നമ്മൾ എന്താ പറയുന്ന ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫിഷർ പ്രൊജക്ഷൻ. ഇപ്പൊ വെഡ്ജ് ഡാഷ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ജ് ലൈൻസും ഡാഷ്ഡ് ലൈൻസും അതേപോലെ സോളിഡ് ലൈനും വെച്ചിട്ട് പറയുന്നതാണ് വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ. അപ്പൊ അതില് സോളിഡ് ആയിട്ട് വരയ്ക്കുന്നത് പ്ലെയിനിലും, വെഡ്ജ് പറയുന്നത് എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ടുവേർഡ്സ് വി പീപ്പിൾ, ഡാഷ് ലൈൻ പറയുന്നത് അവേ ഫ്രം ദ പ്ലെയിൻ അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിൻ പറയുന്നത്. അങ്ങനെയുള്ളതാണ് വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ. ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ജിന്റെയും അതേപോലെ ഡാഷിന്റെ ഇടയിലേക്കൂടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈനിൽ എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയും? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയും. അടുത്ത ഫോമാണ് സോഹോഴ്സ് ഫോം പ്രൊജക്ഷൻ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഒന്ന് എക്ലിപ്സ്ഡ് ഫോം. എക്ലിപ്സ്ഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വൈ കണക്ട് ചെയ്ത പോലെയുള്ളതാണ് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സോഹോഴ്സ് പ്രൊജക്ഷൻ ചെയ്യണമെങ്കിൽ മിനിമം 2 കാർബൺ വേണം. അങ്ങനെ അതായത് 2 കാർബൺ ഉള്ള സിസ്റ്റത്തിനാണ് നമ്മൾ സോഹോഴ്സ് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 വൈ കണക്ട് ചെയ്ത പോലെയാണ് അതിന് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയും. അപ്പോൾ അതിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ സി കാർബൺ റൊട്ടേഷനാണ്. ഇപ്പം ഞാൻ ബാക്കിലെ കാർബൺ അതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിലെ കാർബൺ എന്ത് ചെയ്തു? 120 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഫോമിനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത്. ഒരു വൈനെ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് കാർബൺ ബോണ്ടിലേക്കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് സ്റ്റാഗേർഡ് ഫോം. അപ്പോൾ വൈ5 ഫോമിലുള്ളത് എക്ലിപ്സ്ഡും ഒരു വൈ 120 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നത് സ്റ്റാഗേർഡ് ഫോം. ഇതാണ് സോഹോഴ്സിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ന്യൂമാൻ പ്രൊജക്ഷനാണ്. ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എന്താണുള്ളത്? എക്ലിപ്സും സ്റ്റാഗേർഡും ആണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫ്രണ്ടിലെ കാർബണെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ 3 ഗ്രൂപ്പ്സാണ് ഈ കാണുന്ന 3 ഗ്രൂപ്പ്സ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ ബാക്കിലെ കാർബൺ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ യൂസ് ചെയ്യുന്നു.
അതിന് അറ്റാച്ച് ചെയ്യാനാണ് 3 അതിൻ്റെ അറ്റാച്ച്ഡ് ഗ്രൂപ്പ്സ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയും. അതായത് 2 സബ്സ്റ്റിറ്റ്യൂഷനും അടുത്തടുത്ത്, അതായത് നമ്മൾ ഈ വൈനെ എന്ത് ചെയ്യുന്നു, ഒന്ന് പ്രസ് ചെയ്യുന്നു. അതായത് ഈ കാർബണ് നമ്മൾ പ്രസ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിക്കുന്നതിനെയാണ് ഈ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ വ്യൂ ആണ്, അങ്ങനെയാണ് നമ്മളതിനെ പറയുക. അപ്പോൾ സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ജസ്റ്റ് റിവേഴ്സ്. അതായത് എക്ലിപ്സിന് എന്ത് ചെയ്തു, ബാക്കിലെ കാർബൺ ഇപ്പം ഞാൻ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അങ്ങനെ കിട്ടുന്നതാണ് സ്റ്റാഗേർഡ്. ഇപ്പോൾ എന്താ, മാക്സിമം ഡിസ്റ്റൻസിലായി എല്ലാ സബ്സ്റ്റിറ്റ്യൂവൻറ്റും. അപ്പോൾ ഇതാണ് സ്റ്റാഗേർഡ് ഫോം. ഇങ്ങനെയാണ് 4 ഫോമിലാണ് നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെൻറ്റേഷൻ പറയുക. വെഡ്ജ് ഡാഷ്, ഫിഷർ പ്രൊജക്ഷൻ, സോഹോഴ്സ്, ന്യൂമാൻ. ഇനി നമുക്ക് വെഡ്ജിനെ എങ്ങനെ ഫിഷറിലോട്ട് മാറ്റാമെന്ന് പറയാം. ഓക്കെ, വെഡ്ജിനെ നമ്മൾ വെഡ്ജ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ, ഇൻ പ്ലെയിൻ ഉണ്ടാകും, ഔട്ട് ഓഫ് പ്ലെയിൻ ഉണ്ടാകും. ഔട്ട് ഓഫ് പ്ലെയിൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, ഈ ഡാഷ്ഡ് ലൈൻ വെച്ചിട്ടാണ്. അതേപോലെ ടുവേർഡ്സ് വി പീപ്പിൾ അല്ലെങ്കിൽ എബോവ് ദ പ്ലെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ വെഡ്ജ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഫിഷറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു, അതായത് ഔട്ട് ഓഫ് പ്ലെയിനും എവേ ഫ്രം ദ പ്ലെയിൻ, ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലേക്കൂടെ നമ്മൾ നോക്കുക. അപ്പോൾ അടുത്ത് കാണുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യും. ദൂരെ കാണുന്നതിനെ നമ്മൾ വെർട്ടിക്കൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പ്സ് അതേപോലെ എഴുതും. ഇതാണ് വെഡ്ജിനെ ഫിഷറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സിമ്പിളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഔട്ട് ഓഫ് പ്ലെയിൻ, അതേപോലെ അതായത് എബോവ് ദ പ്ലെയിൻ, ബിലോ ദ പ്ലെയിനിലെ അതിലേക്കൂടെ നോക്കുക. എന്നിട്ട് അടുത്ത് കാണുന്നതെല്ലാം നമ്മൾ വെർട്ടിക്കലിൽ കൊടുക്കുക, ദൂരെ കാണുന്നത് അടുത്ത് കാണുന്നത് ഹൊറിസോണ്ടലിൽ കൊടുക്കുക, ദൂരെ കാണുന്നത് വെർട്ടിക്കലിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ്സ് അതുപോലെ എടുത്തെഴുതാം. ഇതിൻ്റെ റൈറ്റിൽ CH2Br ഉള്ളതുകൊണ്ട് ഇവിടെ എഴുതി, ഇതിൻ്റെ ലെഫ്റ്റിൽ Br ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഇതാണ് വെഡ്ജ് ടു ഫിഷർ കൺവേർഷൻ. ഇത് കോമ്പൗണ്ട് A ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ 2 ഗ്രൂപ്പും മാറ്റി കൊടുത്തു. ഇനി ഞാൻ വീണ്ടും വ്യൂ ചെയ്യുകയാണ്. അപ്പോൾ എന്താ, Br-ഉം CH2Br-ഉം ആണെന്ത് അടുത്തുള്ളത്, COH-ഉം OH-ഉം എന്താണ്, എവയാണ്. അപ്പോൾ നമ്മളതിനെ വീണ്ടും റെപ്രസെൻ്റ് ചെയ്തു, ഇങ്ങനെ കിട്ടി. ക്ലിയർ? അതായത് ഈ 2 ഗ്രൂപ്പാണ് അടുത്തേക്ക് വരുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുക്കുക, ദൂരത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കുക. എനിക്ക് കോമ്പൗണ്ട് B കിട്ടി. ഇനി എയും ബിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. അതുകൂടാതെ നമുക്കൊരു കോമ്പൗണ്ടും കൂടി ജനറേറ്റ് ചെയ്യാനുണ്ട്, C. ഇനി ഞാൻ പറയാൻ പോകുന്നത് ABC തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എയും ബിയും തമ്മിൽ ആദ്യം എന്ത് റിലേഷൻ ഉണ്ടെന്ന് നോക്കാം. ആ റിലേഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, കൺഫർമേഷൻ ആണോ കോൺഫിഗറേഷൻ ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരു ബോണ്ട് സെയിം ആണെങ്കിൽ കൺഫർമേഷൻ എന്ന് പറയാം, 2 ബോണ്ട് സെയിം ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയാം. നമുക്ക് എയും ബിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ലൈനിലാണ് COH ഉള്ളത്, അതേപോലെ വെർട്ടിക്കൽ ലൈനിൽ തന്നെയാണ് OH ഉള്ളത്. അപ്പോൾ COH-ഉം OH-ഉം എന്താണ്, പ്ലേസ് മാറുന്നില്ല. എന്ത് മാത്രമേ മാറുന്നുള്ളൂ, Br-ഉം CH2Br-ഉം മാത്രം ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് 2 ബോണ്ട് സെയിം, 2 ബോണ്ട് ഡിഫറെൻറ്റ്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും, കോൺഫിഗറേഷൻ എന്ന് പറയും. അപ്പോൾ എയും ബിയും എന്താണ്, കോൺഫിഗറേഷൻസ് ആണ്. ഇനി നമ്മൾ ബിയും സിയും നോക്കാം. അപ്പോൾ ബി നോക്കിക്കഴിഞ്ഞാൽ COH അവിടെ തന്നെയുണ്ട്. OH എന്തായി, OH ഇവിടെ വെർട്ടിക്കലിലാണുള്ളത്, അതിവിടെ ഹൊറിസോണ്ടലിലായി. അതേപോലെ ഹൊറിസോണ്ടലുള്ള CH2Br വെർട്ടിക്കലിലോട്ട് വന്നു, Br കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ COH-ഉം Br-ഉം, അതായത് COH-ഉം ബ്രോമിനും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ബാക്കി 2 ഗ്രൂപ്പ്സാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും, അപ്പോൾ കോൺഫിഗറേഷൻസ് എന്ന് പറയും. കാരണം 2 ബോണ്ട് സെയിം ആണ്, 2 ബോണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടില്ല. അപ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ COH കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി ഗ്രൂപ്പ്സൊക്കെ മാറി. അതായത് ബ്രോമിൻ ലെഫ്റ്റിലുള്ളത് റൈറ്റിലോട്ട് വന്നു, CH2Br റൈറ്റിലുള്ളത് ഡൗണിലോട്ട് വന്നു, OH ഡൗണിൽ നിന്ന് എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ട് പോയി. അപ്പം മൊത്തത്തിൽ റീഅറേഞ്ച് ചെയ്തു. അതായത് ഈ കാർബണും COH ഉള്ള ബോണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഈ ബോണ്ട്സ് എന്താണ്, റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് പറയും, നമ്മൾ കൺഫോർമേഷൻസ് എന്ന് പറയും. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2 ബോണ്ട് സെയിം ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയും,
ഒരു ബോണ്ടാണ് സെയിം എങ്കിൽ കൺഫർമേഷൻസ് എന്ന് പറയും. ഇങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് എന്താണ്, സെയിം ആണ്, ഐഡൻറ്റിക്കൽ ആണ്, നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് വ്യൂസ് കിട്ടുന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാൻഷ്യോമേഴ്സ് ആണ്. ഇനാൻഷ്യോമേഴ്സ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. അതായത് ഒന്ന് മറ്റേതിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ കൺഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ ഒരു ബോണ്ട് സെയിം ആയ കൺഫർമേഷൻ, രണ്ട് ബോണ്ട് സെയിം ആയ കോൺഫിഗറേഷൻ. കൺഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആണ്, കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഇമേജസ് ആണ്. നമ്മൾ വെഡ്ജിനെ സോഹോഴ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒറ്റ കാർബണല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 കാർബൺ ഉണ്ട്, 2 കൈറൽ സെൻറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിത് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് നോക്കുകയാണ്. അതായത് CH3 കാർബൺ, ഈ ഹൈഡ്രജൻ, ഇതാണ് പ്ലെയിനുള്ളത്. ഈ OH രണ്ടും എന്താ എബോവ് ദ പ്ലെയിൻ ആണ്. ഈ കാർബണിലെ ഹൈഡ്രജനും ഈ കാർബണിലെ CH3 ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ചെയ്യാം 1 2 2 കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ആ പ്ലെയിൻ ഉള്ളത് മാത്രം റെപ്രസെൻ്റ് ചെയ്തു. അതായത് CH3 കാർബൺ ഹൈഡ്രജൻ അത് മാത്രം റെപ്രസെൻ്റ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൂ എന്ന് പറയുന്നത് എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ടുവേർഡ്സ് വി പീപ്പിൾ എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിൽ എഴുതും. അതായത് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തേക്കുള്ളത് OH ഇവിടെ, അത് എവേ ഫ്രം എന്നുള്ളത് ലെഫ്റ്റിൽ എഴുതി. അതിങ്ങനെ നോക്കുമ്പം ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തേക്ക് വെക്കുന്നത് ഇങ്ങോട്ടാണ്, എവേ ഇങ്ങോട്ടാണ്. അപ്പം ആദ്യം നമ്മൾ പ്ലെയിനുള്ളത് അതേപോലെ എഴുതി, നമ്മുടെ അടുത്തേക്കുള്ളത് റൈറ്റിലും എഴുതി, ദൂരത്തേക്കുള്ളത് ലെഫ്റ്റിലും എഴുതി. ഇവിടെയും അതുപോലെ തന്നെ അടുത്തേക്കുള്ളത് റൈറ്റിലെഴുതി, ദൂരേക്കുള്ളത് ലെഫ്റ്റിലോട്ടും എഴുതി. അപ്പോൾ ഇതിപ്പോൾ എന്ത് ഫോമിലാണ് ഉള്ളത്, വൈയും അതിൻ്റെ ഇൻവേഴ്സ് ഫോമിലോട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും വിഷർ എന്ന് പറയുന്നത് എപ്പോഴും എക്ലിപ്സ്ഡ് ഫോമിലാണ് ഉള്ളത്. അതായത് നമ്മൾ എന്താക്കി മാറ്റണം, വൈ ഫോമിലോട്ട് മാറ്റണം. അതാണ് എന്ത് ഫിഷർ ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇത് വൈയിൽ തന്നെയാണ് ഉള്ളത്, അതങ്ങനെ തന്നെ വെക്കുക. ഇവിടെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ CH3നെ താഴോട്ട് മാറ്റാം. അതേപോലെ H ഇപ്പുറത്ത് വരിക, OH ഇപ്പുറത്ത് വരിക. അതിൻ്റെ ഇടയിലേക്കൂടെ നിങ്ങൾ ക്രോസ് വരച്ചാൽ മതി, ഇതുപോലെ ക്രോസ് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് മാറാം, ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് എന്തായിട്ട് മാറി, OH ഇവിടെ ഉണ്ടായ OH ഇപ്പുറത്തെ സൈഡിൽ വന്നു, ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു, CH3 എന്താ താഴോട്ട് വന്നു. അപ്പോൾ ഇതെന്തായി വൈ ഫോമിലോട്ടേക്ക് മാറി. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് അതായത് ആദ്യത്തെ കാർബൺ താഴെ എഴുതണം, അതിൻ്റെ ഹൈഡ്രജൻ. അപ്പോൾ നോക്കുമ്പം റൈറ്റിലാണ് OH, CH3 ലെഫ്റ്റിലാണ്. അതേപോലെ ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇതാണ്, റൈറ്റിലുള്ളത് ഹൈഡ്രജൻ, ലെഫ്റ്റിലുള്ളത് OH. മുകളിലേക്ക് എന്ത് എഴുതുക, CH3 എഴുതുക. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏതാണോ പ്ലെയിനുള്ളത് ആ പ്ലെയിനുള്ളത് അതുപോലെ എഴുതുക. അതിനുശേഷം ടുവേർഡ്സ് വി പീപ്പിൾ എന്നുള്ളത് റൈറ്റ് സൈഡിലോട്ട് എഴുതുക. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വ്യൂ ചെയ്യുന്നത്. എവേ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. സപ്പോസ് അത് വൈയും അതിൻ്റെ ഇൻവേർട്ട് ഫോമിലുമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റണം, എക്ലിപ്സ്ഡ് ഫോമിലോട്ടേക്ക് മാറ്റണം. എക്ലിപ്സ്ഡ് ഫോമിലോട്ട് മാറ്റാനുള്ള വഴിയാണ് അതിൻ്റെ ജസ്റ്റ് എക്സ്റ്റൻഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ സൈഡിലുള്ളത് ഇപ്പുറത്തെ സൈഡിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് 120 ഡിഗ്രി റൊട്ടേഷനാണത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുമ്പം ഹൈഡ്രജൻ, അതായത് ഈ കാർബൺ താഴെയും ദൂരെയുള്ള കാർബൺ മുകളിലും എന്നുള്ള ഫോമിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണോ റൈറ്റ് സൈഡിലുള്ളത് അത് റൈറ്റിലും, ഏതാണോ ലെഫ്റ്റിലുള്ളത് അത് ലെഫ്റ്റിലും കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് 2 പേരും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൺഫിഗറേഷൻ 2R 3S ആണ്. R&S കോൺഫിഗറേഷൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെഡ്ജ് ടു സോഹോഴ്സ് ടു ഫിഷർ കൺവേർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. കാരണം CSIR-നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിലാണ്. നെയിമിങ് ചോദിക്കും. നെയിമിങ് ചോദിക്കുന്ന സമയത്ത് കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള നെയിമിംഗ് ആണ് ചോദിക്കാറ്. അപ്പോൾ
അത് R&S എടുത്ത ശേഷം മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. അപ്പം അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആറും എസും കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കൺവേർഷൻ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് നമ്മൾ സോഹോഴ്സിനെ ന്യൂമാനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് സോഹോഴ്സ് ഫോം. സോഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഫോമിലുള്ളതിനെയാണ് നമ്മൾ സോഹോഴ്സ് പറയുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ടും വൈ ഫോമാണ്, എക്ലിപ്സ്ഡ് ഫോമാണ്. അപ്പോൾ നമ്മൾ ന്യൂമാനിൽ എന്ത് ചെയ്യണം, എക്ലിപ്സ്ഡ് ഫോം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് കാർബൺ നോക്കുക, അതാണ് ഈ ഡോട്ട് ഉള്ളത്. അതിലത്തെ ഗ്രൂപ്പ് അതുപോലെ എഴുതുക, CH3OH H എഴുതി. ഇനി നമ്മൾ സെക്കൻഡ് കാർബൺ വരയ്ക്കുക, അതാണ് റൗണ്ട് വെച്ചിട്ടാണ് വരയ്ക്കുക, ഒരു സർക്കിൾ വെച്ചിട്ടാണ് സെക്കൻഡ് കാർബൺ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ്സ് അതേപോലെ എടുത്തെഴുതിയാൽ മതി. അതായത് ഹൈഡ്രജൻ ഇവിടെ വരും, ലെഫ്റ്റിൽ വരും, OH ഇവിടെ വന്നു, CH3 ഇവിടെ വന്നു. അപ്പോൾ സോഹോഴ്സിന് ന്യൂമാനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഈ ഒരു ഫോമിലോട്ടേക്ക് മാറ്റുക. അതായത് ആദ്യത്തെ കാർബൺ എന്ന് പറയുന്നത് ഫ്രണ്ട് കാർബൺ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ബാക്ക് കാർബൺ സർക്കിളിൽ റെപ്രസെൻറ്റ് ചെയ്യുക. വേറൊന്നും ഇതിൽ ചിന്തിക്കാനില്ല. അടുത്ത നമ്മൾ സ്റ്റാഗേർഡ് ഫോം നോക്കാം. ഒന്ന് വൈയും ഒന്ന് ഇൻവേർട്ടഡും ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാഗേർഡ് ഫോം എന്ന് പറയും. സ്റ്റാഗേർഡ് ഫോമിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, സെയിം തന്നെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ വേണമെന്നില്ല, അതായത് ഇത് റിവേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഫ്രണ്ട് കാർബൺ ബാക്ക് കാർബൺ വ്യൂ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ കാർബണിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം, അതിലൊരു സർക്കിൾ വരയ്ക്കണം, അതാണ് എന്ത് സെക്കൻഡ് കാർബൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, അതിലുള്ള ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സെക്കൻഡ് കാർബണിൽ ഒന്ന് CH3, ഒന്ന് Br, ഒന്ന് H. ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും വരാനില്ല. സോഹോഴ്സ് ടു ന്യൂമാൻ കൺവേർഷൻ എക്ലിപ്സ്ഡ് ആണെങ്കിൽ വൈ ഫോം ആണെങ്കിൽ എക്ലിപ്സ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഒന്ന് വൈയും ഒന്ന് അതിൻ്റെ ഇൻവേർട്ട് ഫോമോ ആണെങ്കിൽ സ്റ്റാഗേർഡ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ്, അതായത് മാക്സിമം ഡിസ്റ്റൻസിൽ ചെയ്യണം. മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളതാണ് സ്റ്റാഗേർഡ്, മിനിമം ഡിസ്റ്റൻസ് ഉള്ളതാണ് എക്ലിപ്സ്ഡ്. ഇനി ഫിഷറിനെ നമ്മൾ ന്യൂമാനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതാണ് ഫിഷർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമാനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും ന്യൂമാൻ ചെയ്യുമ്പോൾ സോഹോഴ്സ് വഴി പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ 2 കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ഫിഷർ, അത് സോഹോഴ്സ് നിന്ന് ഫിഷറിലോട്ട് പോകുമ്പം താഴെ നിന്നാണ് വ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും അടിയിലുള്ളതാണ് ആദ്യം എഴുതുക, ഫ്രണ്ട് കാർബൺ എന്ന് പറഞ്ഞു. ഇതാണ് ഫ്രണ്ട് കാർബൺ, ഇതാണ് ബാക്ക് കാർബൺ, കാരണം നമ്മൾ വ്യൂ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, അതായത് ഫിഷർ എപ്പോഴും എന്ത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എക്ലിപ്സ്ഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന എക്ലിപ്സ്ഡ് ഫോമിലായതുകൊണ്ട് നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ എടുത്തെഴുതിയാലും മതി. ക്ലിയർ? അപ്പം ഇവിടെ ആദ്യത്തെ കാർബൺ ഇതാണ്. അപ്പോൾ CH3 ഇവിടെ വരും, Br ഇവിടെ വരും, OH ഇവിടെ വരും. രണ്ടാമത്തേത് പറഞ്ഞാൽ CH3 താഴെ വരും, OH ലെഫ്റ്റിൽ വരും, Cl റൈറ്റിൽ വരും. അപ്പോൾ എക്ലിപ്സ്ഡ് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അടുത്തടുത്ത് ഉള്ളത് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇനി നമ്മളിതിനെ സ്റ്റാഗേർഡ് ഫോമിലോട്ട് മാറ്റണം. സ്റ്റാഗേർഡ് ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അത് വരിക. സ്റ്റാഗേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, 120 ഡിഗ്രി റൊട്ടേഷൻ ആണ്. അതായത് ഈ CH3 ഇവിടെ വരും, ഇവിടെ വരും, Cl ഇവിടെ വരും, ഈ സൈഡിൽ വരും, OH ഇവിടെ വരും. അതാണ് സ്റ്റാഗേർഡ് ഫോം. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്, ഫിഷർ എപ്പോഴും എന്തായിരിക്കും, എക്ലിപ്സ്ഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത് എക്ലിപ്സിന് 120 ഡിഗ്രിയിൽ കാർബൺ റൊട്ടേഷൻ ചെയ്താൽ കിട്ടുന്നതാണ് സ്റ്റാഗേർഡ് ഫോം. അപ്പോൾ സ്റ്റാഗേർഡ് ഫോമാണ് എപ്പോഴും നമ്മൾ എലിമിനേഷൻ റിയാക്ഷന് എടുക്കുക. കാരണം അതാണ് മാക്സിമം ഡിസ്റ്റൻസിലുള്ളത്. അതുപോലെ അതാണ് എന്താണ്, അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സപ്പോസ് ഈ റെഡ് ഉള്ള ഗ്രൂപ്പാണ് എലിമിനേഷനിൽ പങ്കെടുക്കുന്നെങ്കിൽ ആദ്യം ഈ ഗ്രൂപ്പ് പോകും, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഡബിൾ ബോണ്ട് വരും. എപ്പോഴും E2 എലിമിനേഷൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, ആൽക്കീനാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് പോകും, പിന്നെന്താ അതിൻ്റെ ആൻറ്റി സൈഡിൽ നിന്നാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ട്രാൻസ് എന്നാണ് പോകേണ്ടത്. E2 എലിമിനേഷൻ എപ്പോഴും ട്രാൻസ് എലിമിനേഷൻ ആണ്. അതുകൊണ്ട് എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ളത് എന്താണ്, സ്റ്റാഗേർഡ് ഫോമിലാണ് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റിയാക്ഷൻ്റെ എന്താണ് പ്രൊഡക്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ
എഴുതുമ്പം സ്റ്റീരിയോ കെമിസ്ട്രി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്റ്റാഗേർഡ് ഫോമിൽ എഴുതിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺവേർഷൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ബോണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്തായിരിക്കും, കോൺഫിഗറേഷൻസ് ആയിരിക്കും. അതായത് 1 R ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും, S ആയിരിക്കും. അപ്പോൾ ഒരു ബോണ്ട് മാത്രമേ സെയിം ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും, കൺഫോർമേഷൻ ആയിരിക്കും. റൊട്ടേഷൻ അബൌട്ട് CC കാർബൺ കാർബൺ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. What is the correct Fisher projection formula for the compound represented by following Newman projection? അപ്പോൾ നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷനിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ ഫിഷർ ഫോം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതേത് ഫോമിലാണ് ഉള്ളത്, സ്റ്റാഗേർഡ് ഫോമിലാണ് ഉള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സോ ഹോൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി, അതായത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അതിന് മുന്നേ സോ ഹോൾസ് വഴി പോകുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്, അതാവുമ്പം തെറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സോ ഹോൾസിലോട്ട് കൺവേർട്ട് ചെയ്തു സ്റ്റാഗേർഡ് ഫോം. ഇനി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിഷർ എപ്പോഴും എന്താണ്, എക്ലിപ്സ്ഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റണം. അപ്പോൾ ഇവിടെ ഓൾറെഡി Y ഫോമിലാണ് ഉള്ളത്, ഫ്രണ്ടിലെ കാർബൺ നമ്മൾ Y ആക്കിയാൽ മതി. എങ്ങനെ ചെയ്യാം, ഇതുപോലെ. അതായത് ഈ CH2 ഒഴിച്ച് താഴെ വരണം, H എന്ത് വരും, ഈ ലെഫ്റ്റിൽ വരും, OH എന്ത് വരും, റൈറ്റിൽ വരും. അതാണ് എന്ത്, എക്ലിപ്സ്ഡ് ഫോമിലോട്ട് മാറ്റി. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്നു. കാരണം എന്താ, ഏത് കാർബണാണ് താഴെയുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ കാർബണാണ് താഴെ. അപ്പോൾ CH2 ഒഴിച്ചായി, റൈറ്റിൽ OH, ലെഫ്റ്റിൽ H. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിൽ H, ലെഫ്റ്റിൽ OH, CH എന്ത് വരും, മുകളിൽ വരും. അപ്പോൾ ഏതാണ് കോമ്പൗണ്ട്, കോമ്പൗണ്ട് A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ 4 പ്രൊജക്ഷനിലും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ ഒരു പ്രൊജക്ഷൻ പറയാനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് തറവായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വേറെ എന്ത് ഇതിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.